ഇപ്പൊ കോട്ടയത്തില്ല അല്ലേ? ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവും കാണും അല്ലേ? ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. കുരിശിന്റെ വഴിയിലുള്ളവന് മാത്രമേ ഇവിടെ രക്ഷ. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ അത് ഈഴവനുള്ളതാണ്. അവിടെയും ഗതി നമുക്കെല്ലാം കുരിശിന്റെ വഴിയില്ല. അവിടെ ഈഴവൻ MLA. കോട്ടയം ഒന്ന്, കൊല്ലം ഒന്ന്, എറണാകുളം ഒന്ന്. ചുരുക്കം പറഞ്ഞാൽ സംവരണമെന്ന് ഭാവി ഇല്ലാതെ ഉണ്ടായാൽ ഈഴവൻ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ടാകും. ആ നിലയിലേക്ക് എത്തിയിരുന്നു. പണ്ട് അങ്ങനെ ആയിരുന്നു. ഇവർക്ക് എന്തുമാത്രം പ്രാതിനിധ്യം കിട്ടിയിരുന്നു. ആ പ്രാതിനിധ്യം ഇന്ന് കിട്ടാൻ കാരണം എന്താണ്? വളർന്നോറും വളരുകയും ചെയ്യുന്ന പാട്ടുണ്ട് കേരളാക്കങ്ങൾ. അവർ വളർന്നപ്പോഴും അവരെല്ലാം പങ്കിട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൻ്റെ സമ്പത്ത് കൊണ്ടുപോയി അവരെവിടെ എത്തി? നിൽക്കുന്നു. പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ട്. PJ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കണ്ണന്താനം. പ്രൈവറ്റ് സെക്രട്ടറി IAS-കാരനായിരുന്നു അദ്ദേഹം. പിന്നെ BJP ആയി, മന്ത്രിയായി. അദ്ദേഹം അന്നൊരു സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞു, ഇവിടെ ഞാൻ 34 കാളയാണ് ഈ ക്രിസ്ത്യാനിക്ക് കൊടുത്തത്, ഞാനിരുന്ന് ഒപ്പിട്ട്, എന്നിട്ട് ഈ ക്രിസ്ത്യാനിക്ക് നന്ദിയില്ലെന്ന്. അപ്പോൾ ആകട്ടെ, കസേരയിൽ ഇരുന്നിട്ട് കൊടുത്തതാർക്കാ? ക്രിസ്ത്യാനിക്കാണ്. അപ്പൊ ഈ പാവം പിടിച്ച് ജോഹാനായിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നോ ജോസഫ് കൂട്ടൻ? അയാൾ കൊടുത്തതാർക്കാണ്? മുഴുവൻ കൊടുത്തില്ലേ?